4. മനോഹരം. വെരി നൈസ്. ദിയ, എന്താ ചെറിയൊരു പാട്ടല്ലേ? എന്താ ഈ ചെറിയ പാട്ടെടുക്കാൻ കാരണം? അത്
ഞാൻ മുന്നേ ഒരു രവീന്ദ്ര സംഗീതോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മഞ്ജരി മാം ഉണ്ടായിരുന്നു. ആ മഞ്ജരി മാം. മഞ്ജരി ഇവിടെ ഓടി നടക്കാന്ന് തോന്നുന്നു കേട്ടോ. മഞ്ജരി മാം ഇത് കേട്ടോ മാം? ഞാൻ കേട്ടു. അപ്പൊ മാം ഈ പാട്ടായിരുന്നു പാടി അവിടെ. അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ട് കേട്ട്. കുഴപ്പമില്ലായിരുന്നല്ലേ പാടിയ മോളെ? കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അവിടെ വെച്ച് തീരുമാനിച്ചു മഞ്ജരിയുടെ മുമ്പിൽ ഇത് പാടിയിരിക്കുന്നു. ഒരു വേദിയിൽ പാടണമെന്ന് തീരുമാനിച്ചു. ഇതാ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ മഞ്ജരി മാമിന്റെ മുന്നിൽ പാടാനുള്ള ഒരു അവസരം. ചുമ്മാ സൂപ്പർ. അത് കൊള്ളാം. എന്നാ പിന്നെ നമുക്ക് മഞ്ജരി ചേച്ചിയോട് തന്നെ ചോദിക്കാല്ലേ. മഞ്ജരി മാം. ദിയക്കുട്ടി എന്തോ നന്നായി പാടി, സൂപ്പർ. താങ്ക് യു മാം. മോള തുടങ്ങിയ സമയത്ത് തന്നെ പാട്ട് തുടങ്ങിയപ്പോൾ ഒന്നാമത് ഈ പാട്ടിന് വല്ലാത്ത ഒരു എനർജി ഉണ്ട്. ശരിക്കും നമ്മളൊരു ഭക്തിയിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലും. അപ്പൊ അത് മോൾ ആ എല്ലാ മ്യൂസിക് വരുമ്പം തന്നെ ആ പാട്ടിന് ഒരു മാറ്റ് കൂടുകയാണ്. നമ്മുടെ വോയിസ് വരുമ്പോൾ നമ്മൾ ഇൻവോൾവ് ചെയ്ത് പാടാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കോറസ്. ആരാണ് ആദ്യം പാട്ട് തുടങ്ങിയത്? ചക്കര. എല്ലാരും കോറസ് ഒക്കെ നന്നായിരുന്നു. ഘനശ്യാമ, മോഹന, കൃഷ്ണ ഒക്കെ ഗംഭീരായി. ഓർക്കസ്ട്ര സൂപ്പർ, ഓർക്കസ്ട്ര സൂപ്പർ. മോളൂസേ എന്തോ കിടിലമായിട്ട് പാടി, നന്നായിരുന്നു. നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് മാത്രം എനിക്ക് തോന്നുന്നു ഹൈ നോട്ട്സിലേക്ക് പോകുന്ന സ്ഥലത്ത് മാത്രം ഒരു തൊണ്ട കുറച്ചൊന്ന് അടഞ്ഞിരിക്കുന്ന പോലെ തോന്നി. പാടാൻ പറ്റാത്തോണ്ടല്ല, ആ ഒരു സ്ട്രെയിൻ അല്ല, ഒരു പിടുത്തം. കുറച്ചുകൂടി ഒന്ന് ഈസി ആക്കാം, നമുക്ക് പാടാൻ പറ്റും. പറ്റാത്തോണ്ടല്ല, അത് ഈ ഒരു പാട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അതിന് വലിയൊരു ചങ്കുറ്റം വേണം. അതെ, ആ ചങ്കുറ്റം ഈ ദിയക്കുട്ടിയിലുണ്ട്. ഉണ്ടായ പോലത്തെ അതെ ദിയക്കുട്ടിയിലുണ്ടത്. ദിയക്കുട്ടി സൂപ്പർ. മറ്റൊന്നും ഇതിൽ പറയാനില്ല. ഒരു ഭക്തി മൂഡ് എന്തായാലും ഉണ്ടായിരുന്നു. മുഴുവനുമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് നല്ല സുഖമുണ്ട്, കാതിന് സുഖം ഉണ്ടാവണം കേൾക്കുമ്പോൾ. നല്ല അസലായിട്ട് പാടി, മോള് ഇൻവോൾവ് ചെയ്ത് പാടി. എന്നാലും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നമ്മുടെ വോയിസിന്റെ പ്രസൻസ് വരുമ്പോഴാണ് കുറച്ചുകൂടി ഒരു എഫക്ട്, ഇമ്പാക്ട് ഉണ്ടാവുന്നത്. അതാ അനുപല്ലവിയുടെ ഒരു ലൈൻ മാത്രം പാടിയാൽ മതി മോള്, ഏതെങ്കിലും ഒരു ലൈൻ. ഒന്നുകൂടെ. ശ്രാവണമലരുകളിൽ ഞാൻ കാണുമോ നിൻ പദചലനം, ആഷാഢങ്ങളിൽ ഒളിച്ചിതറും നിന്നഞ്ജന മഞ്ജുള രൂപം. പാടുന്നുണ്ട്. ഇതില് മോള് ശ്വാസം എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഒരു ലൈന് പാടുന്ന പറഞ്ഞ അടുത്ത ലൈൻ എടുക്കാൻ ഉണ്ടോ? ശ്വാസം പ്രശ്നം വരുന്നുണ്ടോ? അതാണ് ഇവളുടെ ഏറ്റവും വലിയ പ്രശ്നം. ആണോ? ശ്വാസ തടസ്സം? കാരണം ഈ പ്രായത്തിലൊക്കെ ഈ ശ്വാസത്തിന്റെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഒരു 2 വരിയൊക്കെ ഒറ്റ ശ്വാസത്തിൽ പാടാൻ പഠിക്കണം. അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതൊക്കെ ഒരു ചാലഞ്ച് ആക്കി എടുക്കണം. എനിക്കിത് പറ്റുന്നില്ല, എന്നാ ഞാൻ ഇത് ശരിയാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇനി എല്ലാരും കളിയാക്കുമ്പോ അങ്ങനെ അല്ലാന്ന് തെളിയിക്കണം. ഓക്കെ ദിയാക്കുട്ടി, ഗോഡ് ബ്ലെസ് യു. നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ഇനിയും ആ വോയിസ് ഒന്ന് തുറക്കട്ടെ. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഓക്കെ ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. ചേച്ചി. ഹൗസേ പച്ചൻ സർ, അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. ഇതില് വരുമ്പോ തന്നെ പാർവതി പറഞ്ഞു ഒരു ഭയങ്കര ടഫ് സോങ് പാടി എന്ന് തോന്നിയില്ലേ? അതാണ് രവീന്ദ്രൻ മാഷുടെ കപ്പാസിറ്റി, കഴിവ്. ഇതൊരു ഭയങ്കര പാട്ടായിട്ട് തോന്നിച്ചില്ലേ? അതാണ് കമ്പോസറുടെ കഴിവ്. എന്നാൽ ഇതില് അത്ര ഭയങ്കര സംഭവങ്ങൾ, ഇതിനേക്കാളൊക്കെ എത്രയോ ഭയങ്കര സംഭവങ്ങളുള്ള പാട്ടുകൾ നമ്മളിവിടെ കഴിഞ്ഞു പോയി. പക്ഷെ അതിനേക്കാളൊക്കെ ഇതൊരു ഇമ്പാക്റ്റ്. ഇത് ആ സിറ്റുവേഷൻ ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാ. പാടുന്നവർക്കൊക്കെ അത്ര ഇതേപോലെ ഇതൊക്കെ വളരെ പുഷ്പം പോലെ പാടാവുന്ന പാട്ടുകളേ ഉള്ളൂ. ഇപ്പം ഈ കുട്ടിക്ക് പറ്റിയിരിക്കുന്നത് ഇതിന് ആ വോയിസിൻ്റെ ഒരു അടപ്പുള്ളത് കൊണ്ട് ഹൈ പിച്ചിൽ പോകുമ്പോൾ സ്ട്രെയിൻ വരുന്നതോടത്ത് കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞു, ശ്രുതിയുടെ പ്രശ്നം പറഞ്ഞു. ഇത് ഈ കുട്ടിയുടെ. അതർവൈസ് ഈ കുട്ടി വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഈ പാട്ടിലെ ഓർക്കസ്ട്ര, ലൈവ് ഓർക്കസ്ട്ര സൂപ്പർ.
ഇത് ഓർക്കസ്ട്ര, ഇത് ലൈവ് സൂപ്പർ എന്ന് പറയുന്നതിൽ പിന്നിൽ ഒരുപാട് കുറച്ച് കഥകളുണ്ട് കേട്ടോ. ചില ഹിസ്റ്ററി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. പിന്നെ വയലിൻ സെക്ഷൻ ദേ ആൾസോ പ്ലേഡ് ബ്യൂട്ടിഫുൾ. സെക്കൻഡ് ബി ജി അല്ലേ? സെക്കൻഡ് ബി ജി അല്ലേ? ഓ, അത് മാത്രം സെക്കൻഡ് ബി ജി. വയലിൻ സൂപ്പർ. സൂപ്പർ സൂപ്പർ. പക്ഷെ ഈ ഓർക്കസ്ട്ര ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പോ ഇതിന്റെ പിന്നില് ഒരു വലിയ കഥയുണ്ട്. അതൊരു ദുരന്ത കഥയാണ്. ഇതിന്റെ ഈ പടത്തിന്റെ റെക്കോർഡിങ്, കിഴക്കുണരും പക്ഷിയുടെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് മദ്രാസിലെ ഏറ്റവും മികച്ച റെക്കോർഡിംഗ് സ്റ്റുഡിയോ, മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയും, ഭയങ്കര അന്നത്തെ. ഇപ്പൊ ഇതൊക്കെ പിന്നീടാണ് വന്നത്. ഇത് മറ്റേ ടെക്നോളജി, മറ്റേ കമ്പ്യൂട്ടറൊക്കെ വന്നത് പിന്നെയാ. ഇത് അവിടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ടേപ്പ് റെക്കോർഡിംഗ്, 24 ട്രാക്കിന്റെ ഓട്ടാരി മെഷീൻ. ഓഹ്യോ, എന്ത് അവിടെ തന്നെയാണ് റെക്കോർഡ് ചെയ്തത്. ആദ്യത്തെ പടം അവിടെയാണ് റെക്കോർഡ് ചെയ്തത്. അത്രയും നല്ല സ്റ്റുഡിയോ. പക്ഷേ ഇത് റെക്കോർഡിങ് കഴിഞ്ഞ് മ്യൂസീഷ്യൻസ് ഒക്കെ പിറ്റേ ദിവസവും റെക്കോർഡിംഗ് ഉണ്ട് ഡെയിലി. അവിടെ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് പോയി. വയലിൻ സെക്ഷൻ മിക്കവാറും വീണ പാർസാരഥി, ബോംബെയിലത്തെ, അതായത് ഇന്ത്യയിലത്തെ നമ്പർ 1 ഫ്ലൂട്ടിസ്റ്റ്, സിനിമ ഇൻഡസ്ട്രിയിലത്തെ നവീൻ, പിന്നെ ഡബിൾ ബേസ്, ചെല്ലോ, നിറച്ച് ഇൻസ്ട്രുമെന്റാ. എന്തോ ഇത് അതിന്റെ പിക്ചറിൽ കണ്ടാൽ തന്നെ അറിയാം. ഇത് മൊത്തം ഒരു ഓർക്കസ്ട്രയുടെ സ്റ്റോറി ഉണ്ടല്ലോ ഇതിന്റെ പിന്നില്. അങ്ങനെ ചെയ്ത് പിറ്റേ ദിവസം വരുമ്പോ ഇൻസ്ട്രുമെന്റ് ഒക്കെ പകുതി പോലും പൊടി പോലും കിട്ടാനില്ല. അത് ഈ സമയത്ത് നമ്മളിവിടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ കോറസ് സെക്ഷൻ സൂപ്പർ. ഈ പാട്ട് നമുക്ക് ഇത്രയും കേൾക്കുമ്പോ നമ്മൾക്കൊക്കെ രോമൊക്കെ എണീറ്റ് നിൽക്കുന്ന പോലെ ഉണ്ടാവുന്നതിന്റെ പിന്നില് നിങ്ങളുടെയൊക്കെ ആ ഹാർമണി. നിങ്ങൾ 2 പാർട്ടൊക്കെ പാടിയിട്ടില്ലേ? 2 പാർട്ട്. ഓ, എന്തൊരു ബ്ലെൻഡിങ് ആയിരുന്നു എന്നറിയോ. വെരി നൈസ്. ഈ പാട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ പാടാൻ പറ്റിയത് തന്നെ നിങ്ങൾ ആ സപ്പോർട്ടാണ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മക്കളെ, ഉഗ്രം പാട്ട്, അതിലൊരു സംശയവുമില്ല. കാര്യം ഈ ഒരു പാട്ടിന്റെ മെയിൻ ഹുക്ക് എന്ന് പറയുന്നത് അതിന്റെ തുടക്കമാണ്. അതിഭീകരമായിട്ടൊരു തുടക്കം. ഏത് സമയം വേണോ കൈവിട്ട് പോവാം, അല്ലേ? മക്കള് നന്നായിട്ട് പാടും. അപ്പൊ എനിക്കുള്ള ഒരു ഡൗട്ട്, ഒരു ചെറിയ ഡൗട്ടൊക്കെ നമുക്ക് വേണമല്ലോ ജീവിതത്തിൽ. വേണ്ടേ? വേണ്ടേ? അല്ല പാറു, നീ എന്ത് പറയുന്നു? തികഞ്ഞവരായിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. മൊത്തം ഡൗട്ടായിട്ട് ജീവിക്കണം. മതി. മക്കളെ, എനിക്ക് ആ ആഷാഢം ഒന്ന് പാടിത്തരാമോ? ആഷാഢങ്ങളിൽ ഒളിച്ചിതറും മോളെ, ആ നോട്ടിന് എപ്പോഴും ഒരു ക്ലാരിറ്റി. പാടാമോ? അത് ചെറിയ ഋഷഭമാണല്ലോ. അല്ലേ? അരക്ക് ഇത് കേട്ട് കുറച്ച് കാലമായി മക്കളെ, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. കാര്യം ഈ ഒരു രാഗത്തിന്റെ സെറ്റപ്പ് വെച്ച് വലിയ ഋഷഭമാണ് വരേണ്ടത്. അപ്പോൾ രവീന്ദ്ര മാസ്റ്ററിന് ഇഷ്ടത്തിന് ചെറിയ ഋഷഭം വയ്ക്കുക, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിന് സുഖമാണ്. ഞാനത് എനിക്ക് എൻ്റെ തലയിൽ പെട്ടെന്ന് ആ ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ്.
പക്ഷെ എൻ്റെ പ്രധാനമായിട്ടുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ മോൾ ആ ദൈവതം കൃത്യമായിട്ട് പിടിക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലായല്ലോ മോക്ക് രാപകുപ്തി. അതുപോലെ വലിയ ഋഷഭമാണെങ്കിൽ ഇത് വാസന്തിയാണ്. വാസന്തി അല്ല ഈ രാഗം. ഇതേതാ രാഗം? ചാരുകേശി. ചാരുകേശി അറിയാം കുഞ്ഞിന്. അപ്പൊ വാസന്തി പാടുമ്പോ നമുക്ക് അറിയാമെങ്കിലുള്ള ഗുണമെന്ന് എന്നുള്ളത് നമുക്ക് ഈസി ആവും. കാര്യം മധ്യമം ഇല്ലല്ലോ. അപ്പൊ മക്കളെ അതാണ് പ്രധാനമായിട്ട്. കാര്യം വേറെ അതിനകത്തുള്ള കൺഫ്യൂഷൻ എനിക്കിപ്പോഴും എന്താണ് ഋഷഭം എന്നുള്ളത് എനിക്കിപ്പോ അതാണ് ധീര. അത് രണ്ടൊരു ചെറിയ ഒരു ഡേറ്റ ഒരു എറർ കൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. വാട്ടെവർ. ചാരുകേശി ആണെങ്കിൽ വലിയ ഋഷഭമാണ് വരേണ്ടത്. ഇപ്പോൾ ചാരുകേശി തന്നെ വേണമെന്ന് രവീന്ദ്രൻ മാസ്റ്റർ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരു എല്ലാ സംഗീത സംവിധായകർക്കും ആ സ്വാതന്ത്ര്യമുണ്ട് മക്കളെ. ഇപ്പോൾ ഒരു രാഗത്തിൽ ചെയ്താലും ചിലപ്പോൾ നമ്മൾ അത് വിട്ട് നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ ഞാനൊരു എന്താ പറയണ്ടത്, ഇപ്പോൾ ശ്രീരാഗമോ എന്നുള്ള പാട്ട് ഞാൻ ചെയ്യാൻ എന്നെ ഇൻസ്പയർ ചെയ്തത് ത്യാഗരാജസ്വാമികളുടെ പക്കല നിലപടിയാണ്, ആ കൃതിയാണ്. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ പല രാഗങ്ങളുടെയും സ്വഭാവം ആ പാട്ടിൽ കാണാം. ഇതൊന്നും അല്ലാതെ ഒരു വലിയ നിഷാദവും ഉണ്ട് അതിൽ. അല്ലേ അല്ലേ? അവല് എന്റെ തോന്നിയ ചെയ്തതാ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഓക്കെ ദിയക്കുട്ടാ, ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ എന്തോ 8.7. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി 8.78. 8.8. ഓ താങ്ക് യു മാം. 8.8. 8.8. താങ്ക് യു. ഹൗസപ്പച്ചൻ സർ. ഓക്കെ താങ്ക് യു സർ. So total 17.5. Okay, ma'am.